രണ്ടാമത്തെ ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ. DNA അല്ലെങ്കിൽ ക്രോമസോമുകളിലൊക്കെ ചേഞ്ച് വരണതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ, സഡൻ അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയാം. സോ അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഓൾട്ടറേഷൻ ഓഫ് DNA സീക്വൻസസ്. DNA സീക്വൻസുകളിൽ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരിക. സോ ഓൾട്ടറേഷൻ ഓഫ് DNA സീക്വൻസ് വഴി എന്തുണ്ടാവും? ചേഞ്ച് ഇൻ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. സോ നമ്മുടെ DNA സീക്വൻസുകൾക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻ, അതിൻ്റെ ആ പൊസിഷനൊക്കെ മാറി ആ ബേസ് പെയറുകളൊക്കെ മാറിക്കഴിഞ്ഞാൽ, സോ DNA സീക്വൻസുകളിൽ എന്ത് ചേഞ്ച് വന്നാലും ഓൾട്ടറേഷൻ വന്നാലും അതെന്തിനെ ബാധിക്കും? അതുവഴി ചേഞ്ച് ഇൻ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. സോ ഒരു ഓർഗാനിസത്തിൻ്റെ DNA ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജീനോടൈപ്പ് മാറും, അതുപോലെ അതിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആയുള്ള ഫിനോടൈപ്പിലും മാറ്റം വരും. സോ DNA സീക്വൻസിൽ ഓൾട്ടറേഷൻ വന്നു കഴിഞ്ഞാൽ, ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പും മാറും, ഫിനോടൈപ്പ് മാറും. സോ ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പ് ഫിനോടൈപ്പ് മാറാൻ കാരണം എന്താണ്? ഓർഗാനിസത്തിൻ്റെ DNA സീക്വൻസുകളിൽ ചേഞ്ച് വരുന്നതാണ് അല്ലെങ്കിൽ ഓൾട്ടറേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു DNA ഹെലിക്സ്, ഒരു DNAക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. സോ ഒരു DNA ഹെലിക്സ് റൺസ് കണ്ടിന്യൂസ്ലി. സോ ഒരു DNA എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ കണ്ടിന്യൂസ്ലി one end to the other each in a chromatid. സോ ഒരു DNA ഹെലിക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഓരോ ക്രൊമാറ്റിഡിലും ഇങ്ങനെ റൺ ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മളിതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ എന്താണ് DNAയുടെ സ്ട്രക്ചർ, എങ്ങനെയാണ് അതിൻ്റെ ബേസ് പെയറിൻ്റെ കോമ്പോസിഷൻ, എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഓരോ ബേസ് പെയറിന്, അങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു DNA എന്ന് പറഞ്ഞ ആ സ്ട്രക്ചർ, DNAയുടെ ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടിന്യൂസ് ആയിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഓരോ ക്രൊമാറ്റിഡിലും കണ്ടിന്യൂസ് ആയിട്ട് DNAയുടെ ഹെലിക്സ് ഇങ്ങനെ റൺ ചെയ്ത് കിടക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് വൺ എൻഡ് ടു അനദർ ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് ക്രൊമാറ്റിഡിൽ നമുക്ക് DNA കാണാം. അതും ഹൈലി സൂപ്പർ കോയിൽഡ് ഫോം. അതെങ്ങനെയാണ് സൂപ്പർ കോയിലിങ്ങും അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. സോ ഒരു DNA ഹെലിക്കൽ സ്ട്രക്ചർ ക്രൊമാറ്റിഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതൊരു സൂപ്പർ കോയിൽഡ് ഫോമിലായിരിക്കും കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആ DNAയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ സ്ട്രക്ചറിൽ ഒരു പക്ഷേ നഷ്ടങ്ങൾ, എന്തെങ്കിലും ലോസ്, ആ DNAയുടെ ഏതെങ്കിലും ബേസ് പെയറുകളിൽ എന്തെങ്കിലും ഡിലീഷൻസ് നഷ്ടപ്പെടാം ഏതെങ്കിലും. സോ ലോസ് സംഭവിക്കാം, അപ്പോൾ അതിൻ്റെ ഡിലീഷൻസ് എന്ന് പറയും. അല്ലെങ്കിൽ ഗെയിൻ, എന്തെങ്കിലും ആഡഡ് ആവാം, അപ്പോൾ അതിൽ ഇൻസേർഷൻസ് എന്ന് പറയും. സോ ആ DNAയുടെ ലോസ് അല്ലെങ്കിൽ ഗെയിൻ, ഡിലീഷൻ ഓർ ഇൻസേർഷൻ ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് DNA. സോ DNAയുടെ ബേസ് പെയറുകളിൽ ഒരുപക്ഷെ ഇൻസേർട്ടഡ് ആവാം, ഇൻസേർഷൻ ആവാം, അതിൽ ആ ബേസ് പെയറുകൾ ലോസ് ആവാം, നഷ്ടപ്പെടാം. സോ ഇൻസേർഷൻ വന്നാലും അതുപോലെ ലോസ് വന്നാലും, ഗെയിൻ അല്ലെങ്കിൽ ലോസ് വന്നാലും, എന്ത് സമയം ഡിലീഷൻ ഓർ ഇൻസേർഷൻ വന്നു കഴിഞ്ഞാൽ ആ DNAയുടെ ബേസ് പെയറിൽ വ്യത്യാസം വന്നാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ലീഡ് ടു ഓൾട്ടറേഷൻ ഇൻ ക്രോമസോം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ക്രോമസോമുകളിൽ ഓൾട്ടറേഷൻ സംഭവിക്കും. ആ ക്രോമസോമുകളിൽ ഓൾട്ടറേഷൻ വരാൻ കാരണം ഈ DNAയുടെ ബേസ് പെയറിൽ ഒന്നുകിൽ ആഡപ്പ് ആവാം, പുതിയതായിട്ട് ഇൻസേർട്ട് ആവാം ബേസ് പെയർ, അല്ലെങ്കിൽ ചില ബേസ് പെയറുകൾ നഷ്ടപ്പെടാം. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമാണ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം. ക്രോമസോമുകളിലാണ് നമ്മുടെ ജീനുകളൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ക്രോമസോമുകൾ ജീനുകൾ ലീനിയർ ഓർഡറിലാണ് അറേഞ്ച് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം. സോ നമ്മൾ ഈ പറഞ്ഞ DNAയിൽ ഡിലീഷൻസ് വരികയാണെങ്കിലും ഇൻസേർഷൻ വരികയാണെങ്കിലും അങ്ങനെയാണ് ഓൾട്ടറേഷൻ ഇൻ ക്രോമസോം. ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം, ഓൾട്ടറേഷൻ ഇൻ ക്രോമസോം. സോ DNAയിൽ ചേഞ്ച് വന്നാൽ അതെന്തിനും ബാധിക്കും? ക്രോമസോമിൽ ഓൾട്ടറേഷൻ വരാൻ തുടങ്ങും. സോ ജീൻസ് ക്രോമസോമിലായതുകൊണ്ട് ഈ പറഞ്ഞ DNAയിൽ അല്ലെങ്കിൽ ബേസ് പെയറിൽ ഗെയിൻ അല്ലെങ്കിൽ നമ്മൾ പറയുക ഡിലീഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്രോമസോമിൽ ഓൾട്ടറേഷൻ, ക്രോമസോമിൽ ചേഞ്ചുകൾ വരുത്തുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രോമസോമുകളിലാണ് ജീനുകളുടെ പൊസിഷൻ. അങ്ങനെ വരുമ്പോൾ ആ ക്രോമസോമുകളിൽ ഇങ്ങനെ ഓൾട്ടറേഷൻ ചേഞ്ചുകൾ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ എബറേഷൻ. അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ എബറേഷൻ ഓഫ് ക്രോമസോം. ക്രോമസോമുകളിൽ അബ്നോർമാലിറ്റി സംഭവിക്കുന്നു അല്ലെങ്കിൽ എബറേഷൻ സംഭവിക്കുന്നു എന്ന് പറയും. സോ നമുക്കത് കാണാൻ പറ്റുന്നത്, ക്രോമസോം അബ്നോർമാലിറ്റി അല്ലെങ്കിൽ എബറേഷൻ കാണാൻ പറ്റുന്നത് ക്യാൻസർ സെല്ലുകളിൽ നമുക്ക് ധാരാളമായിട്ട് ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ എബറേഷൻ സംഭവിക്കും. അതിന് കാരണം എന്താണ്? ഈ ജീനുകളിൽ ഈ പറഞ്ഞ DNA ഡിലീഷൻ സംഭവിക്കാം അല്ലെങ്കിൽ ഇൻസേർഷൻ സംഭവിക്കാം. അതുവഴി ക്രോമസോമുകളിൽ ചേഞ്ച് സംഭവിക്കുന്നു. അത് കാരണം അതിനുണ്ടാകുന്ന ആ ക്രോമസോം ചേഞ്ചുകളെ ഓൾട്ടറേഷനെ വിളിക്കുന്ന പേരാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്
അല്ലെങ്കിൽ ക്രോമസോമൽ എബ്രഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് ക്യാൻസർ സെല്ല്. ഇനി എന്തൊക്കെ ടൈപ്പ് ചേഞ്ചുകൾ അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ആണ് വരിക? നമ്മൾ പറഞ്ഞു DNA സീക്വൻസുകളിൽ ഓൾട്ടറേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഫിനോടൈപ്പ് മാറും, ജീനോടൈപ്പ് മാറും എന്ന് പറഞ്ഞു. സോ ഈ പറഞ്ഞ ബേസ് പെയറുകളിൽ ഇൻസേഷൻ നടന്നാലും ഡിലീഷൻ നടന്നാലും ക്രോമസോമുകളിൽ ചേഞ്ച് വരുന്നു. ആ ക്രോമസോമുകളിലാണ് ജീനുള്ളതുകൊണ്ട് ജീനിൽ എന്ത് ചേഞ്ച് വന്നാലും അത് ക്രോമസോമിനെ എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളതിനെ ക്രോമസോമൽ എബ്രഷൻ അല്ലെങ്കിൽ ക്രോമസോമൽ എബ്നോർമാലിറ്റി എന്ന് പറയുന്നു. എന്തൊക്കെ ടൈപ്പാണെന്ന് നോക്കാം. സോ ഡ്യൂ ടു ചേഞ്ച് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ATGC ബേസ് പെയറുകൾ. അങ്ങനെ ഈ ബേസ് പെയറുകൾ ഒരു ബേസ് പെയറിലെങ്കിലും എന്തെങ്കിലും ചേഞ്ച് വരാണ്. ഡ്യൂ ടു ചേഞ്ച് ഇൻ സിംഗിൾ ബേസ് പെയർ, അഡെനീന് പകരം വേറൊരു ബേസ് പെയർ വരാം. സോ അഡെനിൻ തൈമീനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിന് പകരം അഡെനിൻ ഗ്വാനിനുമായിട്ട് തെറ്റി കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു കോമ്പിനേഷൻ ഒരു ബേസ് പെയറിലെങ്കിലും സിംഗിൾ ബേസ് പെയറിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് മ്യൂട്ടേഷൻ. സോ സിംഗിൾ ബേസ് പെയർ, DNAയുടെ സിംഗിൾ ബേസ് പെയർ ഏതെങ്കിലും ഒരു ബേസ് പെയറിൽ മാത്രം ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് മ്യൂട്ടേഷൻ. അതൊരു ടൈപ്പ് മ്യൂട്ടേഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് വേറൊരു മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഡിലീഷൻസ് ഓർ ഇൻസേർഷൻ. നമ്മൾ പറഞ്ഞ ലോസ് അല്ലെങ്കിൽ ഗെയിൻ, ഡിലീഷൻസ് ഓർ ഇൻസേർഷൻ ഓഫ് എ ബേസ് പെയർ ഓഫ് എ DNA. ഈ DNAയിൽ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനിലെ ഈ ബേസ് പെയറുകൾ ഡിലീറ്റഡ് ആവാം അല്ലെങ്കിൽ ഇൻസേർഷൻസ് ആവും. ഡിലീഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻസ് വന്നു കഴിഞ്ഞാൽ ബേസ് പെയർ ഇവിടെ ഒരൊറ്റ ബേസ് പെയറിൽ ചേഞ്ച് വരികയാണെങ്കിലാണ് പോയിൻ്റ് മ്യൂട്ടേഷൻ. അതേസമയം ബേസ് പെയറുകളിൽ ഇൻസേർഷൻ, ആ നിലവിലുള്ള ബേസ് പെയറുകളിൽ ഇൻസേർട്ടഡ് ആവാം അല്ലെങ്കിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ബേസ് പെയറുകൾ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. സോ ഇൻസേർഷൻസ് ആൻഡ് ഡിലീഷൻസ് ബേസ് പെയറിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഒരൊറ്റ ബേസ് പെയർ സിംഗിൾ ബേസ് പെയറിലാണ് ഒരു ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനെ പോയിൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. സിക്കിൾ സെൽ അനീമിയ പോയിൻ്റ് മ്യൂട്ടേഷൻ്റെ എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആ ഡിസീസിൻ്റെ ഇതിൽ പഠിക്കും, സിക്കിൾ സെൽ അനീമിയ. സോ പോയിൻ്റ് മ്യൂട്ടേഷൻ എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ. അതേസമയം ഡിലീഷൻ ആൻഡ് ഇൻസേർഷൻ ബേസ് പെയർ ഓഫ് DNAയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് പെയറുകളിൽ ഡിലീഷനോ ഇൻസേർഷനോ സംഭവിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇങ്ങനെ ഈ മ്യൂട്ടേഷന് കാരണക്കാരായ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻ. അത് കെമിക്കൽ ഫാക്ടർ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടർ ആവാം. സോ മ്യൂട്ടേഷനെ ഇൻഡ്യൂസ് ചെയ്യണം, മ്യൂട്ടേഷന് കാരണക്കാരായ ഫിസിക്കലോ അല്ലെങ്കിൽ കെമിക്കലോ അല്ലെങ്കിൽ ബയോളജിക്കലോ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻ. സോ മ്യൂട്ടേഷന് കാരണക്കാർ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആവാം, കെമിക്കൽ ഫാക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആവാം. സോ എന്താണ് മ്യൂട്ടേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻ. ഒരു എക്സാമ്പിളാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ക്യാൻസർ പോയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാക്കും. സോ അതൊരു മ്യൂട്ടേഷനാണ്. നമ്മൾ പറഞ്ഞിരുന്നു ക്യാൻസർ സെല്ലുകളിൽ ഓൾട്ടറേഷൻ ഇൻ ക്രോമസോം കാണാം, ക്രോമസോമുകളിൽ ചേഞ്ച് കാണാം. സോ ഇതാണ് മ്യൂട്ടേഷൻ. DNA സീക്വൻസുകളിൽ ചേഞ്ച് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. അതുവഴി ഓർഗാനിസത്തിൻ്റെ ഫിനോടൈപ്പിലും ജീനോടൈപ്പിലും വ്യത്യാസം വരുന്നതാണ്.